ആർഭാട വിവാഹങ്ങൾക്ക് ആഡംബര നികുതി ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ശുപാർശ. വധുവിന് നൽകുന്ന പാരിതോഷികങ്ങൾ വരുമാനത്തിന്റെ നിശ്ചിത ശതമാനമായിരിക്കണം. നിശ്ചിത പരിധി കഴിഞ്ഞാൽ നികുതി ഏർപ്പെടുത്തുമെന്ന് കമ്മീഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സ്ത്രീധന നിരോധന നിയമം കടുപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നതാണ് കമ്മീഷന്റെ പഠന റിപ്പോർട്ട്. സ്ത്രീധന മരണങ്ങളിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട പുരുഷന്മാർക്ക് കേസിൽ അന്തിമ തീരുമാനം വരെ പുനർവിവാഹം അനുവദിക്കരുതെന്നാണ് മറ്റൊരാവശ്യം. PSC അപേക്ഷകളിൽ സ്ത്രീധന നിരോധന നിയമപ്രകാരം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് രേഖപ്പെടുത്താൻ കോളവും വേണം. കേസുകളുടെ വിചാരണയും വിധിയും വൈകുന്നതിന്റെ കാരണം ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് നൽകാൻ മജിസ്ട്രേറ്റുമാരോട് ആവശ്യപ്പെടാം. സ്ത്രീധന മരണ കുറ്റങ്ങൾക്ക് കഠിന ശിക്ഷ ഉറപ്പാക്കാൻ നിയമഭേദഗതിക്കും കമ്മീഷൻ ശുപാർശ ചെയ്തു. സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്ന പുരുഷന്മാർ സ്ത്രീധനം വാങ്ങില്ലെന്നും പെൺകുട്ടികൾ സ്ത്രീധനം കൊടുക്കില്ലെന്നും വകുപ്പ് മേധാവിക്ക് സത്യവാങ്മൂലം നൽകണം. ഹൈസ്കൂൾ പാഠ്യപദ്ധതിയിൽ സ്ത്രീധന നിരോധന നിയമവും അനുബന്ധ ചട്ടങ്ങളും ഉൾപ്പെടുത്തണം. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ശിക്ഷാർഹമാണെന്ന ബോർഡ് ആവരണശാലകളുടെ പരസ്യത്തിൽ നിർബന്ധമാക്കണം. സിനിമാ തിയേറ്ററുകൾ, പൊതുഗതാഗത സംവിധാനം എന്നിവിടങ്ങളിലും ബോധവൽക്കരണം നടത്തണം. വിവാഹ സമയത്ത് നൽകുന്ന സ്ത്രീധനം വധുവിൻ്റെയോ അനന്തരാവകാശികളുടെയോ ക്ഷേമത്തിനെന്ന വ്യവസ്ഥയിൽ നിന്ന് സ്ത്രീധനം എന്ന വാക്ക് ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടണം. തദ്ദേശ സ്ഥാപനങ്ങളിൽ വനിതാ ശിശു വികസന വകുപ്പ്, പോലീസ്, കുടുംബശ്രീ എന്നിവയുടെ ഏകോപനത്തിൽ സ്ത്രീധന വിരുദ്ധ സെൽ അതിജീവിതയ്ക്ക് സൗജന്യ താമസത്തിന് ഷോർട്ട് സ്റ്റേ ഹോം, ഷീ ലോഡ്ജ്, ഗാർഹിക പീഡനവും സ്ത്രീധന മരണവും കൈകാര്യം ചെയ്യാൻ പോലീസിന് പരിശീലനം, സാമൂഹിക വിവാഹം പ്രോത്സാഹിപ്പിക്കണം. അതിജീവിതകളുടെ കുട്ടികളുടെ സംരക്ഷണവും പരിചരണവും നിരീക്ഷിക്കണം. കൂടുതൽ കുടുംബ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ, സംസ്ഥാന ജില്ലാ തലങ്ങളിൽ സ്ത്രീധന മരണങ്ങളുടെ ഡേറ്റാ ബാങ്ക്, സ്കൂളുകളിൽ ബോധവൽക്കരണം, സ്വയം പ്രതിരോധ പരിശീലനം, തൊഴിൽ സാധ്യത ഉറപ്പാക്കി വിവാഹശേഷവും തുടരാൻ സൗകര്യമൊരുക്കുക തുടങ്ങിയവയാണ് മറ്റ് ശുപാർശകൾ.